ഹലോ ഗൈസ്, പെട്ടെന്നൊരു വീഡിയോ ആണ്. ചെറിയൊരു കാര്യം കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ഒരാളായിരിക്കും. അപ്പം ഞാനിതാ ചോദിക്കുന്നത്, ട്രേഡിംഗ് വ്യൂ നമുക്ക് ബ്ലൈൻഡ്ലി ഓരോ സോൺസ് കറക്റ്റ് ആണ് എന്ന് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ, അത് ഉറപ്പിക്കാൻ പറ്റൂ എന്നാണ്. ഞാൻ അവിടെ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. USD JPY 15 മിനിറ്റ് ടൈം ഫ്രെയിം ഇവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ അതിന്റെ പാരലായിട്ട് ഞാൻ MT5 ആ എൻട്രി കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, SL വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഇതാണ് പറയുന്നത്, ഇവിടെ നമുക്കൊരു സോൺ കാണാം, ഒരു ചെറിയൊരു FEG കാണാം. ചെറിയൊരു FEG ഇവിടെ കാണാം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ചെറിയ FEG കാണാം. ഈ FEG എന്ന് പറയുന്നത് എങ്ങനെയാ? ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3 ആയിട്ട് ഫോം ചെയ്ത FEGയിൽ ഈ FEGയിൽ ഇത് വന്ന് ടാപ്പ് ചെയ്യണ്ടേ? എന്നാലല്ലേ നമുക്കിത് മേലേക്ക് പോകുന്നതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ FEGയിൽ മാർക്കറ്റ് ആ ഒരു ക്യാൻഡിൽ ടാപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. ഈക്വൽ ആണ്. ഈ ക്യാൻഡിലിന്റെ ലോയും ഈ ക്യാൻഡിലിന്റെ ലോയും ഈക്വൽ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്, ഈ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് കാണിക്കുന്നത്. അതും ഓവാണ്ടയുടെ ചാർട്ടാണ്. ഇത് കറക്റ്റ് സെയിം ചാർട്ടാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാവരും അനലൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ചാർട്ടാണല്ലോ യൂസ് ചെയ്യുക. സോ ട്രേഡിംഗ് വ്യൂവിൽ എനിക്ക് ഈ FEG കാണിക്കുന്നില്ല, FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തെന്ന് കാണിക്കുന്നില്ല. സോ ഞാനപ്പോൾ ആ FEG ബേസ് ചെയ്തിട്ട് എനിക്ക് ബൈയിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് പറയാൻ പറ്റില്ല. സോ ഇതേ സാധനം ഇതേ ടൈം ഫ്രെയിമിൽ ഞാനിപ്പോൾ എൻട്രി റണ്ണിങ് ആണ്, കറന്റ് റണ്ണിങ് ആണ്. ആ സാധനം ഞാൻ MT5 കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ഇതിപ്പോൾ 1 അവർ കിടക്കുന്നത്, നമുക്ക് 15 മിനിറ്റ് ആക്കാം. സെയിം ടൈം ഫ്രെയിം ആക്കണമല്ലോ, 15 മിനിറ്റ് ആക്കി. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മളുടെ FEG എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ FEG. നോക്ക്, ഇവിടെ നോക്കുമ്പോൾ FEG ഇവിടെ നമുക്ക് സോൺ വരച്ച് നോക്കാം. FEG അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലേക്ക് പോയിരിക്കുന്നത്, അല്ലേ? മാർക്കറ്റിൽ അവിടെ മേലേക്ക് പോയിരിക്കുന്നത് MT5 കറക്റ്റ് ആയിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റില്ല? ട്രേഡിംഗ് വ്യൂവിലുള്ള ഓരോ സോൺ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ തീരുമാനിക്കാൻ പറ്റില്ല അത് കൃത്യമായിട്ട് പോകുന്നു. കാരണം ഒരു കൺഫർമേഷന് നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറോ അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടോ കണക്ട് ചെയ്തിട്ടുള്ള ലൈവ് ചാർട്ടുള്ള അക്കൗണ്ടിനെ എടുത്ത് നോക്കി അതിന്റെ ചാർട്ട് നോക്കി അതിലൊന്ന് കൺഫേം കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓരോ ലിക്വിഡിറ്റി സ്വീപ്പുകൾ, അതേപോലെ പ്രീവിയസ് ലിക്വിഡിറ്റി, പ്രീവിയസ് ഡേ ക്യാൻഡിൽ ലിക്വിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കൺഫേം ചെയ്തോ. ട്രേഡിംഗ് വ്യൂ മാത്രം ട്രസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ട, കാരണം വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. സോ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്തോ. പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കമന്റ് ചെയ്തോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്താണെന്നും കൂടി കമന്റ് ചെയ്തോ.